വലിയ കാരുണ്യത്തിന്റെ മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു അതാ നായെ സംരക്ഷിച്ചു കൊണ്ടുവന്നപ്പോ ഉടൻ തന്നെ അവിടുന്ന് ചോദിച്ചു, ജനങ്ങളെല്ലാം ചോദിച്ചു, നിങ്ങൾ എന്റെ ശൈഖവറുകളെ ഇത്രയേറെ ത്യാഗം അനുഭവിച്ച് കുഷ്ഠരോഗിയായ ഈ നായയെ കൊണ്ടുപോയിട്ട് സംരക്ഷിച്ച് ഇത്രയേറെ ത്യാഗം അനുഭവിച്ച് രോഗം ഭേദപ്പെടുത്തി നാട്ടിലേക്ക് കൊണ്ടുവിടാൻ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, ഖിഫ്തു അൻ യഖിദനില്ലാഹു യൗമൽ ഹിസാബ്. ഹിസാബ് നടക്കുന്ന ചോദ്യോത്തരങ്ങൾ ചെയ്യുന്ന ദിവസം എത്തുമ്പോ എന്താ അഹ്മദുൽ കബീറെ, നിന്റെ മുന്നിലൂടെ ഒരു നായയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് കണ്ടിട്ട് എന്താ അഹ്മദുൽ കബീറെ നിന്റെ കൽബിൽ ഒരണുമണി കരുണയുണ്ടായില്ലല്ലോ എന്നോട് തമ്പുരാ എന്നോട് ചോദിച്ചു പോയാ എനിക്ക് പറയാൻ മറുപടിയില്ല. ആ ചോദ്യത്തിന് ഞാൻ ഭയക്കുന്നു. അല്ലാഹു ഒരു ചോദിച്ചാലോ, വയഖൂലു അമാ ഇൻദക റഹ്മത്തുൻ ലിഹാദൽ കൽബ്, ഈ പട്ടിയോടൊരു കാരുണ്യം നിനക്ക് തോന്നിയില്ലല്ലോ അഹ്മദുൽ കബീറേ. എന്നോട് ചോദ്യം വന്നാൽ എനിക്കൊന്നും പറയാനില്ല. അമാ തഖ്ശല്ലാഹു അൻ യബ്തലീക ബിമിസ്ലി ഹാദാ, അല്ലാഹു ഇതുപോലെ എന്നെ പരീക്ഷിച്ച് കളയുമോ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആ നായെ സംരക്ഷിച്ചത് എന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഔലിയാക്കളുടെ ഈമാനാണ്. അവരെങ്ങനെയാണ് റബ്ബിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആതുര സേവന രംഗത്ത് ഈ ലോകത്ത് തന്നെ വലിയ മാതൃകയാണ് അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.